സമയത്തെക്കുറിച്ചുള്ള ഖലീൽ ജിബ്രാന്റെ വാക്കുകൾ മനോഹരമാണ്. 12 സംവത്സരക്കാലത്തെ താമസത്തിന് ശേഷം ഒർഫാലീസ് പട്ടണത്തിൽ നിന്നും അൽ മുസ്തഫ സ്വന്തം ജന്മനാട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഗ്രാമവാസികളെല്ലാം കൂടിച്ചേർന്ന് അദ്ദേഹത്തോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്നു. ഒരാളുടെ ചോദ്യം ഇതായിരുന്നു: സമയത്തെക്കുറിച്ച് അങ്ങ് എന്തു പറയുന്നു? അൽ മുസ്തഫ ഇങ്ങനെ പറഞ്ഞു: അളക്കാൻ സാധിക്കാത്തതും അളവില്ലാത്തതുമായ കാലത്തെ അളക്കാൻ ശ്രമിക്കുന്നതാണ് സമയം. സമയബോധത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം അദ്ദേഹത്തോടൊപ്പം 5 ചടങ്ങുകളിൽ ഞാൻ പങ്കെടുത്തു. ഓരോ ചടങ്ങിലും അദ്ദേഹം പാലിച്ച കൃത്യതയാണ്. നോട്ടീസിൽ പറഞ്ഞ അതേ സമയത്ത് അദ്ദേഹം കാറിൽ വന്നിറങ്ങുന്നു. ഒരു മിനിറ്റ് പോലും കളയാതെ അദ്ദേഹം വേദിയിലേക്ക് കയറുന്നു. അദ്ദേഹത്തിന്റെ സമയബോധം അറിവുള്ളതുകൊണ്ടാവാം മുഖ്യാതിഥികളെല്ലാം കൃത്യസമയത്തിന് മുമ്പ് തന്നെ ഹാജർ. മറ്റൊരു കാര്യം എടുത്തു പറയാനുള്ളത്, വേദിയിലിരിക്കുന്ന എല്ലാ വിശിഷ്ട അതിഥികളെയും കാണികളെയും ചേർത്ത് ഒരൊറ്റ സംബോധനയാണ്: സഹോദരീ സഹോദരന്മാരെ എന്ന് ഒറ്റ വാചകത്തിലുള്ള സംബോധന. അനുകരണീയമാണ് ഈ കാര്യം. നമ്മുടെ നേതാക്കളെല്ലാം പാലിക്കേണ്ടതുമാണ് ഈ കാര്യം. മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയുമായിരുന്ന AK ആന്റണിയും മന്ത്രിയും സ്പീക്കറുമായിരുന്ന വക്കം പുരുഷോത്തമനും സമയത്തിന്റെ കാര്യത്തിൽ കൃത്യതയുള്ള ആളുകളായിരുന്നു. തീർച്ചയായും ഓരോ രാഷ്ട്രീയ നേതാവും ഓരോ നേതാവും സമയത്തിന്റെ കാര്യത്തിൽ കൃത്യത പാലിക്കുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് ഒരു വലിയ പാഠമാവുന്നു. നമ്മളിൽ ഇന്ത്യക്കാർക്ക് പലർക്കും ഇല്ലാതെ പോകുന്ന ഒരു കാര്യമാണ് ഈ സമയബോധം. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം എന്നതിനെ ആരോ കളിയാക്കി വിളിച്ചത് ഇന്ത്യൻ സ്ട്രെച്ചബിൾ ടൈം എന്നാണ്. ഇന്ത്യക്കാർക്ക് വലിച്ചു നീട്ടാവുന്നതാണ് സമയം എന്ന് അർത്ഥം. മുഖ്യമന്ത്രിയും മന്ത്രിമാരും രാഷ്ട്രീയ നേതാക്കളും മാത്രമല്ല, നമ്മളെല്ലാം ഒരു കണക്കിന് അല്ലെങ്കിൽ മറ്റൊരു കണക്കിൽ ചിലരുടെയെങ്കിലും നേതാക്കളാണ്, അല്ലെങ്കിൽ മാതൃകയാവേണ്ടവരാണ്. മാജിക് പ്ലാനറ്റിലെ കുടുംബാംഗങ്ങളുടെ മുമ്പാകെ, എന്റെ ട്രൂപ്പ് അംഗങ്ങളുടെ മുമ്പാകെ തീർച്ചയായും മാതൃകയാവേണ്ടവനാണ് ഞാൻ. അതുപോലെ ഒരു അധ്യാപകൻ വിദ്യാർത്ഥിക്ക് മാതൃകയാണ്. അച്ഛനും അമ്മയും കുട്ടികൾക്ക് മാതൃകയാവേണ്ടവരാണ്. ഒരു കമ്പനിയുടെ ചെയർമാൻ അവിടുത്തെ സ്റ്റാഫ് അംഗങ്ങൾക്ക് മാതൃകയാവേണ്ടവനാണ്. ഒരു ബാങ്ക് മാനേജർ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് മാതൃകയാവേണ്ടതാണ്. ഇവിടെ ഒരു ചെലവുമില്ലാതെ, അതേസമയം വിലമതിക്കാനാവാത്ത ഒരു കാര്യമാണ്, ഒരു നേതൃഗുണമാണ് സമയബോധം. കൃത്യസമയം പാലിക്കുന്ന ഒരാൾ അയാളുടെ ജീവിത ശൈലിയിൽ തന്നെ കൃത്യത ഉള്ള ആളായിരിക്കും. അയാളുടെ ജീവിതം സുനിശ്ചിതമായും വിജയമായിരിക്കും. അതേസമയം സമയം വൈകിയതിന്റെ പേരിൽ കാരണം കണ്ടെത്തുന്ന ഒരാൾ ജീവിതത്തിൽ ഓരോ പരാജയങ്ങൾക്കും കാരണം അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഇത് ഒരു പ്രപഞ്ച നിയമമാണ്. ഒരു മന്ത്രി അരമണിക്കൂർ വൈകി എന്നുള്ളതിന്റെ പേരിൽ നഷ്ടപ്പെടുന്നത് അദ്ദേഹത്തിന് മാത്രമല്ല, നേരെമറിച്ച് വേദിയിൽ കാത്തിരിക്കുന്ന വിശിഷ്ടാതിഥികൾക്ക് മുഴുവൻ, കാണികൾക്കിടയിലിരിക്കുന്ന ആയിരക്കണക്കിന് കാണികൾക്ക് മുഴുവൻ നഷ്ടപ്പെടുന്ന സമയം അരമണിക്കൂർ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ എത്രയോ സമയമാണ് എല്ലാവർക്കും ചേർന്ന് നഷ്ടമാവുന്നത്. ഈ ഒരു ബോധം നമുക്കുണ്ടാവാറില്ല. സായിപ്പിൽ നിന്ന് ആവശ്യമില്ലാത്ത പലതും നാം പഠിച്ചു. കൊടും ചൂടത്ത് നമ്മുടെ കൊച്ചുകുട്ടികളെ കൊണ്ട് ടൈ കെട്ടിക്കാനും കറുത്ത കോട്ടിടിക്കാനും നമ്മൾ മറക്കാറില്ല. പക്ഷേ പഠിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ല. സായിപ്പ് കാണിക്കുന്ന കൃത്യനിഷ്ഠത, സമയത്തിന്റെ കൃത്യത പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തിയില്ല. അതാണ് നമ്മുടെ തെറ്റ്. UDCFന്റെ പരിപാടിയുമായി പുറത്തു പോകുന്ന സമയത്ത് അവരുടെ കൃത്യനിഷ്ഠത ഞാൻ ബോധിച്ചിട്ടുണ്ട്. അതേസമയം നമ്മുടെ പല പരിപാടികൾക്കും പോകുന്ന സമയത്ത് 8 മണിക്കാണ് പരിപാടിയെങ്കിൽ തുടങ്ങുന്നത് 9 മണിക്കായിരിക്കും. എന്തുകൊണ്ട് വൈകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘാടകരുടെ വിശദീകരണം ഇങ്ങനെ: നമ്മുടെ ആളുകളല്ലേ, 8 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 മണിക്കേ വരൂ. ഇത് നമ്മൾ മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഓർമ്മയിലേക്ക് ഓടി വരുന്നത് മുമ്പ് നടന്ന ഒരു ചടങ്ങാണ്. റീജിയണൽ ക്യാൻസർ സെന്ററിൽ പുകയില വിരുദ്ധ ദിനം ആചരിക്കുന്നു. അതോടൊപ്പം പുകയില വിരുദ്ധ ജാലവിദ്യാ പരിപാടിയുമുണ്ട്. നോട്ടീസിൽ വെച്ചിരിക്കുന്ന സമയം 10 മണി. ഉദ്ഘാടനം ചെയ്യേണ്ടത് ആരോഗ്യമന്ത്രി. വർഷങ്ങൾക്ക് മുമ്പാണ്. തലേ ദിവസം അറിയിപ്പ് കിട്ടുന്നു, മന്ത്രിയുടെ സൗകര്യാർത്ഥം ഉച്ചയ്ക്ക് 1 മണിയിലേക്ക് പരിപാടി മാറ്റി എന്ന്. ഞങ്ങളെല്ലാം രാവിലെ പോയി സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കാത്തിരിപ്പാണ്. 1 മണിക്ക് മന്ത്രി വരും എന്ന് വിചാരിച്ച് ഡോക്ടർമാരും രോഗികളും എല്ലാം കാത്തിരിക്കുന്നു. പക്ഷേ മന്ത്രി വരുന്നത് 2:35. ഡോക്ടർമാരും രോഗികളും അതേ ഇരിപ്പ് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ്. മന്ത്രി വന്ന് കാര്യമായിട്ടൊന്നും പറയാതെ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് മടങ്ങിപ്പോയി. ഇനി മറ്റൊരു സംഭവം പറയാം. അന്ന് രാത്രി തന്നെ ഞാൻ ഖത്തറിലേക്ക് ഫ്ലൈറ്റ് കയറി. അവിടെ ആന്റി സ്മോക്കിംഗ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഒരു ചടങ്ങ്. ആ പരിപാടിയിൽ ഒരു ജാലവിദ്യാ പരിപാടി നടത്തേണ്ടതുണ്ട്. പിറ്റേ ദിവസം അവിടെ എത്തി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്യേണ്ടത് അവിടുത്തെ ആരോഗ്യമന്ത്രി. സമയം 7 മണിക്കാണ്. മാജിക്കിന്റെ സാധനങ്ങളെല്ലാം തയ്യാറാക്കി വെച്ചു. വേദി തയ്യാറായി. അറിയാൻ സാധിച്ച ഒരു കാര്യം, ഈ മന്ത്രി ഒരു ഡോക്ടറാണ്. ഓരോ ദിവസവും ഹോസ്പിറ്റലിൽ പോയി സർജറി ചെയ്യുന്ന രോഗികളെ പരിശോധിക്കുന്ന ഒരാളാണ് ഈ ഡോക്ടർ. 6:59 ഒരു ലാപ്ടോപ്പും പിടിച്ച് മന്ത്രി എത്തുന്നു. വന്ന ഉടനെ തന്നെ പ്രൊജക്ടറുമായി ലാപ്ടോപ്പിനെ കണക്ട് ചെയ്യുന്നു.
അതിനുശേഷം അരമണിക്കൂർ സമയത്ത് പുകയിലയുടെ ദോഷവശങ്ങളെപ്പറ്റി, പുകവലിയുടെ ദോഷവശങ്ങളെപ്പറ്റി കാണികൾക്ക് ഒരു ക്ലാസ് എടുക്കുന്നു. ഒറ്റ വാക്കിൽ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ച് മന്ത്രി മടങ്ങുന്നു. ഇതാണ് വ്യത്യാസം. ഇത്രയും ഞാൻ പറഞ്ഞത് സമയത്തിന്റെ വില എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തൊരു കാര്യമാണ്. ലീഡർമാർ മാത്രമല്ല, നമ്മളെല്ലാവരും സമയത്തിന്റെ കാര്യത്തിൽ കൃത്യത ഉള്ളവരായിരിക്കണം. അതിനെ ഒരു കലയായി നമ്മൾ കണക്കാക്കണം. ഓരോ കാര്യങ്ങളും കൃത്യസമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരനുഭൂതിയാണ്, ഒരനുഭവമാണ്. തീർച്ചയായും അത് ജീവിതത്തിന്റെ വിജയത്തിലേക്കുള്ള ഏറ്റവും ശക്തമായ ഒരു ചവിട്ടുപടിയാണ്.